BTS ഫെസ്റ്റയുടെ ഭാഗമായിട്ട് ജൂൺ 7-ന് മെമ്പേഴ്സ് അവരുടെ ലോഗ്സ് പുറത്തുവിട്ടിരുന്നു. ഈ വീഡിയോയിൽ അവരുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും വേൾഡ് ടൂറിനിടെ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ റൂമുകളിൽ നിന്നുള്ള അവരുടെ ഒരു സാധാരണ ദിവസത്തിലെ ചെറിയൊരു ഭാഗമാണ് 6 മിനിറ്റും 13 സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഈ വീഡിയോയിലൂടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നോർമൽ ലോഗ് എന്ന് പേരിട്ടിരിക്കുന്നതും. എന്താണ് ഈ 6 മിനിറ്റും 13 സെക്കൻഡും? 2013 ജൂൺ 13, അതായത് 2013-ലെ 6-ാം മാസത്തിലെ 13-ാമത്തെ ദിവസം. ഇന്നേ ദിവസമാണ് BTSന്റെ ഡെബ്യൂട്ട് ഡേ. ഈ തീയതിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരമ്പരയിലെ എല്ലാ വ്ലോഗ്സിനും ഓരോ മണിക്കൂർ ഇടവിട്ട് കൃത്യം 6 മിനിറ്റും 13 സെക്കൻഡും നീളമുള്ളതാക്കി റിലീസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ ഇത് കൃത്യം 6:13 മില്ലി സെക്കൻഡുകളിൽ ഔട്ട്പുട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് യൂട്യൂബ് വീഡിയോകളുടെ ലെങ്ത് 6:14 കാണിക്കുന്നത്. എന്നാൽ വ്യൂവേഴ്സിൽ നോക്കിയാൽ കൃത്യം 6:13 പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമുക്കിനി ഓരോ മെമ്പേഴ്സിന്റെയും വ്ളോഗ്സിൽ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കാം. രാവിലെ ഒരു 11 മണിക്ക് ഉറക്കെഴുന്നേറ്റ ഉടൻ ഫോൺ പോലും നോക്കുന്നതിന് മുമ്പ് വളരെ ശാന്തനായി പുസ്തകം വായിക്കുന്ന ലീഡറിനെയാണ് ഫസ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എഴുന്നേറ്റ ഉടൻ സോഷ്യൽ മീഡിയ പോലുള്ളവയിലേക്ക് ശ്രദ്ധ പോവാതെ പുസ്തകം കയ്യിലെടുക്കുന്ന ഈ ശീലം ശരിക്കും എല്ലാവരിലും വളർത്തിയെടുക്കേണ്ട വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഏകദേശം 1 മാസമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകം ഒടുവിൽ വായിച്ചു തീർക്കാറായിട്ടുണ്ടെന്ന് ആരം പറയുന്നുണ്ട്. ഈ വ്ളോഗ് ശരിക്കും ഒരു ASMR ഫീൽ വരുന്നുണ്ട്. ചുറ്റുമുള്ള ബേർഡ്സിന്റെ ശബ്ദമാണെങ്കിലും വെള്ളത്തിന്റെ ശബ്ദമാണെങ്കിലും നല്ലൊരു റിലാക്സിംഗ് മൂഡായിരുന്നു. ഹോബിയുടെ വ്ളോഗ് തുടങ്ങുന്നത് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്കാണ്. ഹോബി പുറത്തു പോവാനുള്ള ഒരുക്കായിരുന്നു. ആളുടെ സ്കിൻ കെയറും ഡ്രസ്സിങ്ങും, ചുരുക്കി പറഞ്ഞ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. മുഖത്ത് കണ്ട ഒരു മുഖക്കുരു ഒക്കെ കാണിച്ചു തന്ന് എനിക്ക് നല്ല തിളക്കുള്ള സ്കിന്നാണ് വേണ്ടത് എന്നൊക്കെ ഹോബി പറയുന്നുണ്ട്. പിന്നീട് കണ്ണാടിക്ക് മുന്നിലൊക്കെ വന്ന് നിന്ന് ആ ദിവസത്തെ ഔട്ട്ഫിറ്റൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഒരു 2 മണിയോടെയാണ് ഷുഗയുടെ വ്ളോഗ് തുടങ്ങുന്നത്. സാധാരണയായി ഒരു അവധി ദിവസം കിട്ടിയ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ലെന്നും മുറിയിൽ തന്നെ ഇരിക്കാറാണ് പതിവ് എന്നും പറഞ്ഞാണ് ഈ വ്ളോഗിലൂടെ സംസാരിച്ചു തുടങ്ങുന്നത്. പിന്നെ ആളുടെ പുതിയ ഗിറ്റാറിനെ പരിചയപ്പെടുത്തുന്നു. ഹോട്ടൽ റൂമിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സാധാരണയായി നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൺ ചെയ്ത് തനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ ഗിറ്റാറിൽ വായിക്കാൻ നിരന്തരം പരിശീലിക്കാറുണ്ടെന്നും ആൾക്ക് മുമ്പ് അമേരിക്കയിലെ ആൽബം വർക്കുകൾ കാരണം കുറച്ചു കാലം ഗിറ്റാർ വായിക്കാൻ പറ്റിയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൂറിന്റെ സമയത്ത് തന്റെ ഗിറ്റാർ കഴിവുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്നാണ് ആഗ്രഹം എന്നും പറയുന്നു. അടുത്ത ഷെഡ്യൂളില് നംജൂൺ തന്റെ ബേസ് ഗിറ്റാർ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നും പറഞ്ഞ് ബായ് പറഞ്ഞുകൊണ്ടാണ് വ്ളോഗ് അവസാനിപ്പിക്കുന്നത്. ഒരു ഗ്രേ സിപ്പപ്പ് ഹുഡിയും ട്രെയിനിങ് പാൻസും ധരിച്ച് ഒട്ടും മേക്കപ്പ് ഇല്ലാത്ത ബെയർ ഫേസ് ആയിട്ടാണ് ജിന്നേട്ടൻ വന്നത്. അവധി ആയതുകൊണ്ട് ഹോട്ടൽ റൂമിലെ തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വന്നതാണ്. സമയക്കുറവ് കാരണം എനിക്ക് നന്നായി ഉറങ്ങാൻ സാധിക്കാറില്ല. രാവിലെ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ പിന്നെ പുലർച്ചെ 2 മണിയാവും ഉറങ്ങാൻ. പിന്നെ ഇതുപോലുള്ള അവധി ദിവസങ്ങളിൽ റെസ്റ്റ് എടുത്തോണ്ടല്ലേ നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത്. പിന്നെ എന്തിനാ ഹെൽത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ജിമ്മിൽ വരണേന്ന് ജിന്നേട്ടൻ വളരെ ഫണ്ണി ആയിട്ട് ചോദിക്കുന്നുണ്ട്. വൈകുന്നേരം ഒരു 6 മണിയോടെയാണ് ജിമിൻ ക്യാമറ ഓൺ ആക്കുന്നത്. നെക്സ്റ്റ് കൺസേർട്ടിന് വേണ്ടി ആള് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഡ്രസ്സ് മടക്കി വയ്ക്കുന്നത് ഭയങ്കര ബോറടിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഞാനതൊക്കെ ചെയ്തിരിക്കും. പക്ഷേ ഇങ്ങനെ മടക്കിയ ഇതൊക്കെ ചുളിയുകയും ചെയ്യും എന്നൊക്കെ ഒരു മൂളിപ്പാട്ട് പാടുന്നത് പോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുടെ കോണ്ടാക്ട് ലെൻസുകളും യാത്രക്കിടെ കഴിക്കേണ്ട വൈറ്റമിൻ സപ്ലിമെന്റ്സും ഒക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട്. ഈ പണികളൊക്കെ നടക്കുന്നതിന്റെ ഇടയിലും ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാക്കിങ്ങിന്റെ ഇടെ തനിയെ മൂളിപ്പാട്ടൊക്കെ പാടി വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ലോഗായിരുന്നു ജിമിന്റെ. രാത്രി ഒരു 9 മണിയോടെ ഹോബിയുടെയും ബോഡി ഗാർഡിന്റെയും കൂടെ വർക്കൗട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് വീടെ ലോഗ് തുടങ്ങുന്നത്. ഹോബിക്ക് കുറച്ച് വർക്കൗട്ട് ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിലിറ്ററി സർവീസിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നത് വീട് ഒരു ശീലമായി മാറിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ ചെറുതായിട്ട് മസിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മളോട് ബായ് പറഞ്ഞാണ് ഈ ലോഗ് അവസാനിപ്പിക്കുന്നത്. അവസാനമായി കാണിച്ചത് ജങ്കുക്കിന്റെ ലോഗായിരുന്നു. ആളും ജിമ്മിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രി ഒരു 11:20 ആവുമ്പോൾ ജിമ്മിലെത്തി വർക്കൗട്ട് ചെയ്യുന്നത് ജെകെന്റെ ഒരു ഡെയിലി റുട്ടീനായി മാറിയിട്ടുണ്ടെന്ന് ആള് പറയുന്നുണ്ട്. വെയിറ്റ് കൂടിയതുകൊണ്ട് തന്നെ പുള്ളപ്പ് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ശരീരത്തിന് അനുയോജ്യമായ വർക്കൗട്ട് ശൈലികൾ ഉണ്ടെന്നും താൻ ദിവസവും മുഴുവൻ ശരീരത്തിലുള്ള വ്യായാമങ്ങളാണ് ചെയ്യാറുള്ളത് എന്നും ജെകെ പറയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ വ്ളോഗിലുടനീളം ഒരു ലൈവ് സ്ട്രീം പോലെ ജങ്കുക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു.
പിന്നെ വർക്കൗട്ടൊക്കെ പൂർത്തിയാക്കി ലോകം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ഈ വീഡിയോൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒട്ടും കൊള്ളൂലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ഇന്നലെ ഒന്നും തീരെ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇത് ഇന്നലെ ഇടാൻ വിചാരിച്ചിരുന്ന വീഡിയോ ആയിരുന്നു. രാത്രിയാണെങ്കിൽ അത്രയും പറ്റിയിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊരു മഴ തോർന്ന സമയത്താണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. എന്നാലും നല്ല നോയ്സും ഉണ്ട്. സോറി ഗൈസ്.